Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, how are you all? Hope you are doing well. Feel good, ma'am. Feel good. Okay. ബോറടിച്ചിരിക്കുകയാണ്. ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ബോറിംഗ് ആണ് ഇപ്പൊ അല്ലേ? സത്യം പറഞ്ഞു അല്ലേ? ആണ് പരീക്ഷയും എല്ലാം കൂടെ ആലോചിച്ചിട്ട് എക്സാം ഉണ്ട്, അതിനൊരു ക്ലാസ് ചെയ്യാൻ. ഇംഗ്ലീഷ് ആണെങ്കിലും ബോറ് പിടിച്ചൊരു സബ്ജക്ട് അല്ലേ? ഓക്കെ, എന്നാലും കുറച്ചു നേരം ഇങ്ങനെ ക്ലാസ് കേൾക്കും. അതായത് എനിക്ക് ഇങ്ങനെ പോകാം. ഓക്കെ, നമ്മൾ എവിടെ വരെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറയാമോ? നമ്മള് കുറച്ച് വേർഡ്സ് തന്നായിരുന്നു മിസ്. അത് ഹോംവർക്ക് ആയിരുന്നു, ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ആ ഓ, ആ സ്റ്റോറി പറയുമ്പോ ഓർമ്മയില്ല. നിങ്ങളൊന്ന് പറഞ്ഞു വെച്ചേക്കട്ടെ. ചെയ്തോ അത്? ചെയ്തില്ല. എന്നാ പറ കേക്കട്ടെ. മലയാളം വായിക്കൂ, ഇംഗ്ലീഷ് പാടും. കാരണം അങ്ങനെ ആ ടൈമിൽ ഞാൻ നേരത്തെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. സത്യം പറയാൻ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഒന്ന് വായിക്കാൻ പറ്റോ? വിൻഷ വായിക്കൂ. വിൻഷ തെറ്റുണ്ടാവും മിസ്സേ. അത് ദയവായി ഡോർ ഓപ്പൺ ചെയ്ത് തരാമോ? വുഡ് യു പ്ലീസ് ഓപ്പൺ ദാറ്റ് ഡോർ? ഞാനിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്താൽ എന്താ സംഭവിക്കുക? വാട്ട് ഇഫ് ഐ ഓപ്പൺ ദ ഡോർ? നീ അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. യു ഹാഡ് ബെറ്റർ ടു ഗോ ദർ. എന്റെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഇന്റർഫിയർ ഇൻ മൈസെൽഫ്. പക്ഷെ അതല്ല, യു നീഡ്ന്റ് ഇന്റർഫിയർ മൈസെൽഫ് ആണ് മതിയെന്ന് മിസ് പറഞ്ഞായിരുന്നു. നീ എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. യു നീഡ് ഇറ്റ് ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ് എന്ന് പറഞ്ഞു. അല്ല മിസ്സേ, യു ഡോണ്ട് ഇന്റർഫിയർ മൈസെൽഫ് തെറ്റാണോ? ഇല്ല, തെറ്റല്ല. ഞാൻ എക്സ്പ്രഷൻ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ, അതുകൊണ്ടാണ്. നീ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് വറി അബൌട്ട് മീ. അല്ല, യു നീഡിൻ തിങ്ക് അബൌട്ട് മീ ആണോ? യു നീഡിൻ വറി അബൌട്ട് മീ. യു നീഡിൻ വറി അബൌട്ട് മീ. ഓക്കെ. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നത് ഒരു ശീലമായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നത് ഒരു ശീലമായിരുന്നു. വി യൂസ്ഡ് ടു ഗോ ടു ഹോം ആണോ? വി യൂസ്ഡ് ടു ഗോ അവർ ഹോം എന്ന് പറയാം. ഓക്കെ. നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഗോ? അവൾ ഓഫീസിലേക്ക് എവിടെയെന്ന് പറയുമ്പോ കുട്ടികളെ വേറെ ലൈഫ് ടു Where would you like to go? എവിടെ പോകാനാണ് നീ ഇഷ്ടപ്പെടുന്നത്? എവിടെ നിന്നാണ്? Where would you like to go ആണ്. Where would you like to go? എവിടെ പാട്ടല്ല. അയ്യോ, എന്തെന്നാ ഇത്? സോറി മിസ്സേ. അവൾ ഓഫീസിലേക്ക് പോവാണ്. ഷീ ഈസ് ഗോയിങ് ഇൻ ടു ഓഫീസ്. തെറ്റി. അവൾ ഓഫീസിലേക്ക് പോകാൻ പോവാണ് എന്നാ പറഞ്ഞത്. She is going to office. ഗോയിങ് ആണ്. ഗോയിങ് അല്ലേ? She is going. ഓക്കെ. എന്ത് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോ she is going. അവൾ ഒരുപാട് നടന്നു പോകേണ്ടതുണ്ട്. ഷീ ഹാസ് ടു വാക്ക് എ ലോട്ട്. അവൻ എന്തുകൊണ്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല? വൈ കാൺട്ട് ഹി ഡ്രോപ്പ് ഹെർ? ആണോ? അവൻ എന്തുകൊണ്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല? അവിടെ ഉണ്ടല്ലോ, വൈ കാൺട്ട് ഹി ഡ്രോപ്പ് ദേർ. നീ അവനോട്
നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. യു ഹാവ് ടു ടോക്ക് ഹിം. പറഞ്ഞു കൊടുക്കുക. പറഞ്ഞില്ല. അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. യു ഹാവ് ടു ടോക്ക് ഹിം. ആണോ? സ്ട്രക്ചർ എന്താ വരാ? കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഹാവ് ടു അല്ലേ മിസ്? ഹാവ് ടു കഴിഞ്ഞിട്ട് ഏതാ വരാ? ഏത് വേർബാണ് വരാ? V1 ആണ്. V1 അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? We have to talk. പറയുക എന്ന് പറയുന്ന പറയുക. എന്താണറിയാ? പറയുക. സെഡ് ആണോ ഉദ്ദേശിച്ചത് മിസ്സേ? സെഡ്. ടെല്ലോ. ടെല്ലാണ് V1. ടോൾഡ് V2 ആണ്. ടെല്ല് ടോൾഡ്. You have to tell to him. Okay. You have to tell to me. To him അല്ലേ? അവനോട്. to him. Have to tell to him. നീ അവനോട് അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. യു ഹാവ് ടു ടെൽ ടു ഹിം ആണോ? അതെ. ഇനി അടുത്തത്. നിനക്ക് അത് എന്തുകൊണ്ട് കഴിയുന്നില്ല? വൈ കാണ്ട് യു ഡു ദാറ്റ്? ആണോ? നിനക്കത് അതെ. Why can't you do it or do that? Correct ആണ്. Why can't you എന്തുകൊണ്ട് കഴിയുന്നില്ല ചെയ്യാൻ? അത് do ആണ്. Why can't you do that? Next. അത് തെറ്റാണ് എന്തായാലും. നിനക്ക് അതോർത്ത് ദുഃഖിക്കേണ്ടി വന്നേക്കാം. യു വിൽ ഹാവ് ടു റിഗ്രറ്റ്. കഴിഞ്ഞിട്ടാണ് പ്രശ്നം. ഇറ്റാണോ എന്താണോ എനിക്കറിയില്ല. നിനക്ക് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വന്നേക്കാം. അവിടെ ദുഃഖിക്കേണ്ടത് ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടത് വന്നേക്കാം. ഫ്യൂച്ചർ ആണ്. ജയിനെ വിളിക്കാട്ടോ. അപ്പൊ ദുഃഖിക്കേണ്ടത് വന്നേക്കാം എന്ന് പറയുമ്പോ ഫ്യൂച്ചർ. അപ്പൊ you have to you will have to ദുഃഖിക്കുക, പശ്ചാത്തപിക്കുക, റിഗ്രറ്റ് ആണ്. റിഗ്രറ്റ് പറയാം. You have to റിഗ്രറ്റ് കഴിഞ്ഞിട്ട് എന്താ മിസ് ഒന്ന് പറഞ്ഞതാ മിസ്. മലയാളം പറഞ്ഞേ. നിനക്ക് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വന്നേക്കാം. അപ്പൊ പറയൂ ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഓക്കെ. അതോർത്തിനെങ്ങനെ അയ്യോ വേണ്ട. ജയനെ കുറിച്ച് സംസാരിക്കാം. ജയൻ അത് പറയൂ. അതോർത്ത് നിനക്ക് ദുഃഖിക്കേണ്ടതേ വന്നേക്കാം. വല്ലാത്തൊരു മലയാളമായിരുന്നല്ലോ. ഓർക്കുക. എന്റെ മിസ് ഒന്ന് പറഞ്ഞു പറയാൻ നോക്കൂ. എന്നെ കൊണ്ടാവും തോന്നില്ല. ദുഃഖിക്കേണ്ടത് വന്നേക്കാം. അങ്ങനെയൊക്കെയാണോ ഞാൻ പറഞ്ഞ മലയാളം? നിനക്ക് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഓർ ഖേദിക്കേണ്ടി വന്നേക്കാം. ഇത് രണ്ടും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിസ് രണ്ടും പറഞ്ഞായിരുന്നു. ഖേദിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഓക്കെ. ഇങ്ങനെ പറയാം. യു വിൽ ഹാവ് ടു വറി അബൌട്ട് ദാറ്റ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു റിഗ്രറ്റ് അബൌട്ട് ദാറ്റ് പറയും. അപ്പൊ അത് ഓർക്കുക എന്നൊരു പോയിന്റോട് വരുന്നില്ല. അത് മെൻഷൻ ചെയ്യില്ല നമ്മൾ. ഓർക്കുക എന്ന് പറയുമ്പോൾ റിമെമ്പർ ആ ഒരു രീതിയിൽ വരും. നമുക്കത് വേണ്ട. നമുക്ക് ഒരു സെന്റൻസ് അല്ലേ വേണ്ടത്. യു വിൽ ഹാവ് ടു റിഗ്രറ്റ് അബൌട്ട് ദാറ്റ്. അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരിക എന്ന് ഒരു വറി എന്ന് പറയാം. സാഡ് പറയില്ല നമ്മൾ. വറി
ഇങ്ങനെ പറയാം. You will have to worry about that. അല്ലെങ്കിൽ you will have to regret about that. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷൻ എന്ന് പറയുന്നത് you will have to ആണ്. മനസ്സിലായോ? will have to എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. കിട്ടിയോ? ഓക്കെ മിസ്. ഇടാവോ? എന്തോ? ഇടാവോ? ക്ലിയർ ആവുന്നില്ല. ലേറ്ററോ? എവിടെ? We will have to regret for it later. For a later-ഓ? You will have to regret You for will have to regret for it later. ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂടിയോ? എന്ന് പറയാൻ ശരിയാണോ? ആ ഒന്ന് type ചെയ്യൂടെ? ഇപ്പം ടെക്സ്റ്റ് ചെയ്യാൻ പറയാൻ ശരിയാണോ? ഓക്കെ. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. You will have to worry about it, അല്ലെങ്കിൽ worry about that, അല്ലെങ്കിൽ you will have to regret about that എന്ന് പറയാം. You will have to regret for it later. You will have to regret it later എന്ന് പറയാം കേട്ടോ റിയ. You will have to regret it later. ഓക്കെ, അങ്ങനെയും പറയാം, കുഴപ്പമൊന്നുമില്ല. അത് ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നാണ്. മനസ്സിലായോ? മീനിങ് മലയാളം മാറും. അപ്പോ അത് ഓർത്തിട്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. You will have to regret it later. പിന്നീട് അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അല്ലെങ്കിൽ you will have to worry about it later എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് പിന്നീട് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും എന്നൊരു മീനിങ് ആണ്. എന്തോ റിയ പറയുന്നത് ഞാൻ പറയുന്നത് റിയ കേൾക്കണം. ഓക്കെ, ഞാൻ പറയുന്നത് റിയ ഒന്ന് കേൾക്കൂ. റിയ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ല. സോ റിയ പറഞ്ഞത് കൊണ്ട് എനിക്കൊന്നും അറിയാനും പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റിയ അത് ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, മനസ്സിലാവാത്തോണ്ടാണ്. ഓക്കെ, അപ്പൊ അത്രയല്ലേ ഉള്ളൂ മലയാളം. ഇനിയുണ്ടോ വിദുഷ? ലാസ്റ്റ് വൺ ആയിരുന്നോ? ഇല്ല മിസ്, അത്രേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല അറിയാ. You will have to regret it for later എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ല അറിയാ, ക്ലിയർ ആണ്. ഓക്കെ, അറിയ പറയുന്നത് കേൾക്കുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. സൗണ്ട് വളരെ കുറവാണ് റിയ പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ റിയ സംസാരിക്കുന്നത്? ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നോ. യാ, ക്ലിയർ അല്ല അറിയ, അതുകൊണ്ടാണ്. എന്തെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോ യാ ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടക്ക് വോളിയം സൗണ്ട് കൂടും, ഇടക്ക് കുറയും. ഒന്ന് ഒത്തിരി ക്ലിയർ അല്ല പറയുന്നത്. ഓക്കെ, അപ്പോ എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെയുണ്ട്? യൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ? സിമ്പിൾ അല്ലേ? ആണോ ബിൻഷ? ഓക്കെ, പറയൂ ബിൻഷ, പറഞ്ഞോ. എക്സ്പ്രഷൻ വെച്ച് ചെയ്യുമ്പോ മറ്റേ നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നോ, ഗ്രാമർ നോക്കിയിട്ട് ആ ഒരു സെന്റൻസ് മേക്ക് ചെയ്തിരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇത് എളുപ്പമാണ്. ഇതെങ്കിലും നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാം. വീട്ടില് പറയുന്നുണ്ട്, പറഞ്ഞു നോക്കുന്നുണ്ട് പല പല കാര്യങ്ങളില്. നല്ല കാര്യം. പിന്നെ മറക്കില്ല. പിന്നെ എവിടെ ചെന്നാലും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വയലിൽ വരും. ഓക്കെ, അപ്പോ ജെയിൻ ആന്റണി മിസ്സേ പറഞ്ഞോ? എന്തൊക്കെയുണ്ട് വിശേഷം ജെയിൻ? കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3 ക്ലാസ് അടുപ്പിച്ച് ഞാൻ അബ്സെന്റ് ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കോഴ്സ് തീരാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ.
ആ നല്ല ആക്റ്റീവായിട്ട് വന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷിന്റെ ക്ലാസ് തീരാറായി. ആണ്. ഇഷ്ടം. നിങ്ങള് അറിയാമോ എന്നാ No. അതെ ജെയിൻ എക്സ്പ്രഷൻസ് ഒക്കെ എഴുതിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായില്ല മിസ്, ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ടോട്ടൽ ഇവിടെ എഴുതി വെച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ് നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് പറഞ്ഞു. ഇല്ല, ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. എഴുതിട്ടുണ്ട്. ആരോടെങ്കിലും നോട്ട് എഴുതി ബിൻഷ ഫുൾ എഴുതിയിട്ടുണ്ട് ഐ തിങ്ക്. അല്ലെ ബിൻഷ? ആ നോട്ട് കംപ്ലീറ്റ് ആണ് മിസ്. ഞാൻ രണ്ടാമത് മിസ്സിന്റെ ക്ലാസ് പിന്നെയും കേട്ടു. അപ്പൊ ബിൻഷയുടെ ഉണ്ടാവും എന്ന് ചോദിക്കാറ്. എക്സ്പ്രഷൻ നല്ലതാണ്. അത് ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പിടിച്ചിരിക്കാൻ പറ്റും. ഓക്കെ എഴുതിയാൽ മതി. ഓക്കെ അപ്പോ അക്കൗണ്ട് എഴുതാം, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ എവിടെ വരെ എഴുതി? സപ്പോസ് ടു വരെ എഴുതി അല്ലേ? ആണോ? മിസ്സേ സപ്പോസ് ടു വരെ. സപ്പോസ് ടു. അടുത്ത എഴുതാം സീംസ് ടു. സീംസ് ടു. seems to. Seems to structure ഏതാ? Subject plus seem to or seems to. Subject plus seem. Okay, seem to or seems. Seems to plus V1. Seem to അല്ലെങ്കിൽ seems to. അത് സബ്ജക്റ്റിന്റെ ബേസിൽ ഇരിക്കും നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ സബ്ജക്ട് പ്ലസ് seem to or seems to plus V1. മീനിങ് വരുന്നത് ഒരാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് മീനിങ്. ഓക്കെ, ഒരാളുടെ സ്വഭാവം അനുസരിച്ച് അവൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സീം ടു, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സീംസ് ടു ആണ് യൂസ് ചെയ്യാം. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സീം ടുയും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സീംസ് ടുയും ആണ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ എഴുതാം. He seems to accept that proposal. He seems to accept that proposal. He seems to accept that proposal. Okay, he seems to accept the proposal. അവന്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്താ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് മീനിങ്. ഓക്കെ, ഇനി നെഗറ്റീവ് പറയാനാണെങ്കിലോ? He doesn't seems to accept that proposal. He doesn't seem to accept that proposal. അവന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. മനസ്സിലായോ? He doesn't യൂസ് ചെയ്യണം കേട്ടോ. He doesn't seem. അപ്പൊ സീംസ് വേണ്ട, സീ മാത്രം മതി. ഓക്കെ, ഡസിന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സീം എന്ന് മതി, സീംസ് വേണ്ട. It doesn't seem to accept that proposal. സ്വഭാവം അനുസരിച്ച് അവൻ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് വരും മീനിങ്. They seem to come here. അവരിവിടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? അവരുടെ സ്വഭാവം അനുസരിച്ച് അവര് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. They seem to come here. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ഇത് ക്ലിയർ ആണല്ലോ? ഈ എക്സ്പ്രഷൻ ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, have you heard of? Have you heard of? Priya,
ഞാൻ ക്ലാസ് കഴിഞ്ഞ എക്സ്പ്രഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ റിയലിലേക്ക് വരാം. ഓക്കെ, അപ്പൊ റിയക്ക് എന്താണ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ അപ്പൊ ചോദിക്കാം, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് ഹാവ് യു ഹേർഡ് ഓഫ്, കേട്ടിട്ടുണ്ടോ എന്നാണ്. എന്തെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊരു മീനിങ് ആണ് വരാം. ഹാവ് യു ഹേർഡ് ഓഫ്, അതായത് ഹാവ് യു ഹേർഡ് ഓഫ് കേരള, ഹാവ് യു ഹേർഡ് ഓഫ് ഷേക്സ്പിയർ. ഓക്കെ, ലൈക്ക് ദാറ്റ്. Have you heard of Kerala? Have you heard of Shakespeare? Have you heard of Macbeth? It's a work of Shakespeare. അപ്പൊ എന്തെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊരു മീനിങ്ങിലാണ് ഈ ഹാവ് യു ഹേർഡ് ഓഫ് എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് haven't or hasn't. Haven't or hasn't. Haven't or hasn't. Meaning ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ, ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ. മിസ്സേ മനസ്സിലായില്ല. ഹാവിന്റും ഹാസിന്റും ആണ്. എന്താ മിസ് പറഞ്ഞു? ഹാവിന്റ് ഹാസിന്റ് രണ്ടും ഇല്ല. ഓക്കെ, സ്ട്രക്ചർ എഴുതാം. Haven't or hasn't plus subject. Haven't, hasn't plus subject plus E3. Haven't or hasn't plus subject plus V3 plus yet. Haven't or hasn't plus subject plus V3 plus yet. Okay, ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ എന്നാണ് മീനിങ് വരുന്നത്. ഇതുവരെ ആയിട്ടും ചെയ്തില്ല. Okay, hasn't she come yet? Hasn't she come yet? അവൾ ഇതുവരെ ആയിട്ടും വന്നില്ലേ? Hasn't she come yet? Hasn't he gone yet? Hasn't he gone yet? അവൻ ഇതുവരെ ആയിട്ട് പോയില്ലേ? Hasn't he gone yet? Haven't they finished it yet? Haven't they finished it yet? അവർ ഇതുവരെ ആയിട്ട് ഫിനിഷ് ചെയ്തില്ലേ? Haven't they finished it yet? നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, hasn't she come yet? Hasn't he gone yet? Haven't they finished it yet? Okay, is it finished? മിസ്സേ എക്സാമ്പിൾ ഒരെണ്ണം കൊടുത്തരും. ഞാൻ ഫുൾ എഴുതിയില്ല. എവിടെ വരെ എഴുതി? Hasn't she come yet? ആദ്യം ഒരെണ്ണം. Hasn't she come yet? Hasn't she come yet? First one, first example. And then hasn't he gone yet? Hasn't he gone yet? Next up, haven't they finished yet? ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എല്ലാം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. Then hasn't she done it yet? Hasn't she done it yet? Okay, clear ആണല്ലോ. Okay, in next able to. Able to. Able to. Able means കഴിവാണ്. ഒരു നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിവ്, ചെയ്യാൻ കഴിവുണ്ട്, ആ ഒരു രീതിയിൽ പറയുന്ന. ഇപ്പൊ I am able to speak English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ട്. അല്ലെ, I am able to speak English.
ആയിരുന്നില്ല. എനിക്കിപ്പോ സംസാരിക്കാൻ കഴിവില്ല എങ്കിലോ നെഗറ്റീവ് ആണെങ്കിലോ ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് ഓക്സിലറി മീൻസ് is am, subject plus is am plus able to plus P1. Subject plus able to auxiliary is am plus able to plus P1. Okay. Example is I am able to speak English. I am able to speak English. I am able to speak English. Next data, we are able to look after our parents or my parents. We are able to look after our parents. We are able to look after our parents. We can balance nokan kazhiyum. Ningalku ningalude balance nokan kazhiyunnundu. Okay, our meaning ആണ്. Yeah, that's it. Okay. So the next expression is has or have plus. Has or have plus. Has or have plus. Subject plus. A word plus. P3. Has or have plus. Subject plus. A word plus. P3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have you ever talked to him? Have you ever talked to him? നീ എന്തെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടോ? Have you ever talked to him? Have you ever read it? നീ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? Have you ever read it? അല്ലെങ്കിൽ has he ever helped you? അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? Has he ever helped you? എന്തോ ഹാവ് വെച്ച് ഹാസ് വെച്ചും പറഞ്ഞ ഏത് എക്സ്പ്രഷനും ചെയ്തോണ്ടിരിക്കുന്നു? സ്ട്രക്ചർ ആണോ? സ്ട്രക്ചർ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. Okay, has he ever helped you? Have you ever talked to him? Have you ever read it? അല്ലെങ്കിൽ read that book. നീ എന്തെങ്കിലും ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഏത് എക്സ്പ്രഷൻ ഏതാന്ന് മനസ്സിലായില്ല. Or have plus subject plus ever plus V3. നമ്മള് ഹാസിന്റെ കൂടെ ever ചേർക്കുന്നതാണ് എക്സ്പ്രഷൻ വരാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടറിയാ, അത് നോക്കി എഴുതൂ. നോക്കി എഴുതിക്കൊണ്ടിരിക്കുക. അടുത്ത ഏതാ? How long plus has or have plus subject plus been plus verb ing. Text ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാട്ടോ. How long plus has or have plus subject plus been plus verb ing. Okay, എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊരു മീനിങ് ആണ് വരാം. Okay, for example, how long has she been studying here? How long has she been studying here? Has she been studying here? അവൾ എത്ര നാളായിട്ട് ഇവിടെ പഠിക്കുന്നു? How long has she been studying here? അടുത്തേതാ? How long has she been working with you?
How long has he ആണ് അവനാണ്. How long has he been working with you? How long has he been working with you? എത്ര കാലമായിട്ട് അവൻ നിന്റെ ഒപ്പം ജോലി ചെയ്യുന്നു? ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരാ. ഓക്കെ, കഴിഞ്ഞല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, yes. Okay, moving on. The next expression is it's time plus V2. എന്താ പറഞ്ഞ? ഇപ്പത്തെ എക്സ്പ്രഷൻ എന്താ എഴുതാൻ പോകുന്നേ? It's time plus V2. Okay, അവിടെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് മീനിങ് വരാം. It's time plus V2 എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ഒന്നുമില്ലേ, അറിയാണ്ട് പറഞ്ഞു പോകാം. It's time plus V2. ഇത് സ്ട്രക്ചർ വരുന്നത് it's time plus subject plus V2 ആണ്. It's time plus subject plus V2. Okay, ഇതില് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് മലയാളം മീനിങ് വരാം. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ it's time you gave up smoking. നിങ്ങൾ സ്മോക്കിംഗ് ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ട ടൈം സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു മീനിങ്. It's time you gave up your smoking. അല്ലെങ്കിൽ gave up smoking എന്ന് പറയാം. പിന്നെ എന്താണ് ഒരു എക്സാമ്പിൾ? It's time we started the functions. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time we started the function. അപ്പൊ it's time കഴിഞ്ഞിട്ടാണ് ഇവിടെ സബ്ജക്ട് വരാം. It's time we started the function. ഓക്കെ, അപ്പൊ ഇത്ര എക്സാമ്പിൾ എഴുതാം. ഇപ്പൊ നമ്മൾ എത്ര എക്സ്പ്രഷൻസ് എഴുതിയെന്ന് പറയോ? എത്ര എഴുതിക്കോ? It's time ഇതിന് മുൻപ് it's time വെച്ചിട്ട് എക്സ്പ്രഷൻ എഴുതിയിരുന്നോ? ഇല്ലെങ്കിൽ അതുകൂടെ എഴുതണം. ING ആണ്, ശരിയാണ്. അവിടെ ING ആണ് ശരി. അവിടെ gave up എന്ന് കൊടുത്തോ? gave up എന്ന് പറയുന്നത് V2 ആണ്. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? It's time 2 plus V1. It's time 2 plus V1. സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് രണ്ട് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ. It's time to V2 അല്ല V1 ആണേ. അടുത്തൊരു എക്സ്പ്രഷൻ ആണോ? It's time to V1. It's time to ഉണ്ട്. ഇവിടെ മീനിങ് വന്നത് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സമയമായി എന്നാണ്. മറ്റു സമയം അതിക്രമിച്ചു എന്ന് പറയുന്നു, ഇത് സമയമായി എന്ന് പറയുന്നു. ഇപ്പോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ് എന്ന് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമായി എന്നാണ്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ് എന്ന് പറയാം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഫംഗ്ഷൻ എന്ന് പറയാം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഫംഗ്ഷൻ അവസാനിപ്പിക്കേണ്ട സമയമായി. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇറ്റ്സ് ടൈം ടു വരാം. ഓക്കെ, മിസ്സേ it's time to wind up the class എന്നാണോ? വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ് പറയാം, ക്ലാസ്സും പറയാം, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഫംഗ്ഷൻ എന്ന് പറയാം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഫംഗ്ഷൻ, സമയമായി. ഇനിയിപ്പോ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. മറ്റേത് ഇറ്റ്സ് ടൈം വി സ്റ്റാർട്ടഡ് ദ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടഡ് V2 വന്നു, അപ്പോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നൊരു മീനിങ് ആണ്. It's time you gave up smoking എന്നാണ് ഞാൻ പറഞ്ഞത്.
അവിടെ ഗിവ് അപ്പ് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഗേവ് അപ്പ് ആണ്. സോ ഗിവ് എന്ന് പറയുന്നത് V1 ഫോമും ഗേവ് എന്ന് പറയുന്നത് V2 ഫോമാണ്. അപ്പോ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. ഓക്കെ, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആണ്. അവിടെ വേർബ് ആയിട്ട് വരുന്നത് ഗിവ് അപ്പ് ചെയ്യാ പറയുന്നതാണ് അവിടെ വേർബ് ആയിട്ട് പറയുന്നത്. അപ്പൊ സോ അത് നമ്മൾ V2 ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ എക്സാമ്പിൾ കറക്റ്റ് ആണ്. ഇറ്റ്സ് ടൈം യു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഓക്കെ, ഗിവ് അപ്പ് അല്ല ഗിവ്. ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ഒരു എക്സ്പ്രഷനും കൂടെ എഴുതാം. ഡു ഓർ ഡസ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. Do or does or did plus subject plus V1. Okay. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രവൃത്തികളെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡു ആണോ ഡസ് ആണോ എന്ന് നോക്കാൻ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു ആണോ നമ്മൾ ചോദിക്കുക. അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഡിഡ് ചോദിക്കും. ഡിഡ് നമ്മൾ ഏത് സബ്ജക്റ്റിനും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡു യു റീഡ് അലൗഡ് എന്ന് ചോദിച്ചാൽ നീ ഒരുപാട് വായിക്കുമോ? ഡസ് ഹി കം ഹിയർ, അവനോട് വരുമോ? ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഓക്കെ, സംസാരിച്ചോ എന്നാണ്. പാസ്റ്റ് അല്ലേ, സംസാരിച്ചോ. ഓക്കെ, ഇങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോ ഇന്നത്തെ ഈ എക്സ്പ്രഷൻ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത് അതെല്ലാം വെച്ചിട്ട് മാക്സിമം എക്സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ അവരും ഓരോ എക്സാമ്പിൾ വീതം, ഓരോ എക്സ്പ്രഷനിലും ഓരോ എക്സാമ്പിൾ വീതം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, കേട്ടല്ലോ? ടെക്സ്റ്റ് ചെയ്യാം, മാക്സിമം എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി എനിക്ക് സംസാരിക്കാവോ? ഇനി എനിക്ക് സംസാരിക്കാവോ? ഓക്കെ റിയ പറയൂ. കറക്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇറ്റ് ഈസ് ടൈം. സ്മോക്കിംഗ് ആണോ? ഞാനിപ്പോ കറക്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി എഴുതാം. ഇറ്റ് ഈസ് ടൈം യു ഗേവ് അപ്പ് സ്മോക്കിംഗ്. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് മേക്ക് ചെയ്യൂ, ടെക്സ്റ്റ് ചെയ്യൂ. നോക്കിയാ മതി. ING നോക്കണ്ട, ED നോക്കണ്ട, V2 ഫോം മാത്രം നോക്കിയാ മതിയോ? റിയ, നമ്മള് V2 ഫോം മാത്രം നോക്കിയാൽ മതി എന്ന് പറയാം. അതിന് ബാലൻസ് പറയുന്നുണ്ട്. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ വെർബ് വെച്ചിട്ട് അവസാനിച്ചിട്ട് കാര്യമുണ്ടോ, എന്താണ് അവസാനിപ്പിക്കേണ്ടതെന്ന് പറയണ്ടേ? ഇറ്റ്സ് ടൈം യു ഗേവ് അപ്പ്. എന്ത് ഗേവ് അപ്പ് ചെയ്യണം? അപ്പൊ അതിനുള്ള മറുപടി അവിടെ കൊടുക്കണ്ടേ? എന്താണ് ഗേവ് അപ്പ് ചെയ്യാൻ ഞാൻ പറയുന്നത്? സ്മോക്കിംഗ് ആണ് അല്ലേ? അപ്പൊ അവിടെ എന്താണ് നമ്മള് ഒബ്ജക്റ്റ് വേണം, എന്താണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള ഒബ്ജക്റ്റ് വേണം. അതായത് V2 വെച്ച് അവസാനിപ്പിച്ചാൽ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഈ സ്ട്രക്ചറിന് ശേഷം പറയണം. എന്താണോ മാറ്റർ അത് ഈ സ്ട്രക്ചറിന് ശേഷം വന്നാൽ മാത്രമേ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ പറഞ്ഞു V2 ഫോം നോക്കിയാ മതിയോ, ING ED നോക്കണ്ടേ? അറിയാം, ഞാൻ റിയനോട് തന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നേ. ഇറ്റ്സ് ടൈം എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ സ്ട്രക്ചർ നോക്കൂ റിയ. സബ്ജക്ട് പ്ലസ് ഇവിടെ ഇറ്റ്സ് ടൈം പ്ലസ് സബ്ജക്ട് പ്ലസ് V2 അതുവരെയും ഓക്കെ ആണ് അല്ലെ? ഇറ്റ്സ് ടൈം യു ഗേവ് അപ്പ് വരെ കിട്ടി. അതൊരു ബേസിക് അല്ലേ റിയ? അത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് എന്താണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനോ. അപ്പൊ എന്താണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് ഒബ്ജക്റ്റ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ കയ്യിലെടുത്ത് പറയണം. ഓക്കെ, ഇത്രയും സ്ട്രക്ചർ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നു. ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് ചെയ്യണം. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് സെന്റൻസിൽ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അവിടെ ഗിവ് അപ്പ് അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഗേവ് അപ്പ് അല്ലേ, അത് ഗീവ് ആണ്. ഓക്കെ, ഞാൻ ഗീവ് അപ്പ് എന്ന് കേട്ടതാ പറ്റിയ. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അറിയാ, അത് നോക്കി എഴുതും. ബാക്കി എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. റിയനെ പോലെ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ എന്നോട്. ആർക്കെങ്കിലും ഇങ്ങനെ ഡൗട്ട് ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂല്ലെങ്കിൽ അത് പറയൂ. ഉണ്ടോ? എന്റെ കുറ്റല്ലേ ഈ സംശയം തോന്നി. ബിൻഷ, ഔസേഫാനെ, ഗിതു, അക്സീന, ജീനാനി, രേവതി, സുശീല, ഇത്രയും പേര് ക്ലാസ്സിലുണ്ട്. ഇല്ല മിസ്, ഡൗട്ട് ഇല്ല, ഇതുപോലെ ഡൗട്ട് ഇല്ല. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്താൽ മതി. ഈ സ്റ്റോറി പറയുന്ന വളരെ നല്ല രീതിയാണ്. പക്ഷെ സ്റ്റോറി പറയുമ്പോ അതിനൊക്കെ ട്രാൻസ്ലേഷൻ ടീച്ചർ എന്ന് തരുവാണെങ്കിൽ തെറ്റാതെ പഠിക്കാം. എന്തോ സ്റ്റോറി വരുന്നത് നല്ല രീതിയാണ്. സ്റ്റോറി വരുന്നത് നല്ല രീതിയാ, പക്ഷെ അതിന് ടീച്ചർ തന്ന ട്രാൻസ്ലേഷൻ തരുവാണെങ്കിൽ തെറ്റാതെ പഠിക്കാമെന്ന്. പിള്ളേരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചാൽ അതിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റില്ല. ടീച്ചർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക സ്റ്റോറിയെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ റിയ? മിസ് തന്നെ നമുക്ക് ലാസ്റ്റ് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, അത് ഞാൻ ട്രാൻസ്ലേഷൻ ടീച്ചർ തന്ന നമുക്ക് അറിയാൻ പറ്റും. ടീച്ചർ പറയുന്നില്ല ട്രാൻസ്ലേഷൻ, പിള്ളേർ മാത്രമേ ട്രാൻസ്ലേഷൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാ മിസ്റ്റേക്ക് വരുമ്പോ മിസ് തിരുത്തി തരുന്നുണ്ടല്ലോ. അതാ പറഞ്ഞ നമ്മൾ എഴുതി കഴിഞ്ഞ് മിസ് ട്രാൻസ്ലേഷൻ പറയണോന്നാ പറഞ്ഞേ. അതിന് വരെ മിസ്സിന് അപ്പൊ നമ്മൾ എഴുതി വെച്ചത് ട്രാൻസ്ലേഷൻ പറയുന്നത്. അതാണ് അപ്പൊ നമ്മൾ എഴുതി വെച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് മിസ്സിന് അറിയത്തില്ലല്ലോ. അതാ പറഞ്ഞേ, മിസ് പറയുമ്പോ അറിയാവില്ല തെറ്റാണോ ശരിയാണോ നമ്മൾ എഴുതിയേക്കുന്നതും കേൾക്കുന്നതെന്ന് അറിയാവില്ല. മിസ്സിന് നമ്മുടെ നിലവാരവും കൂടി അറിഞ്ഞാൽ മാത്രമല്ലേ റിയ മിസ്സിന് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ പറ്റുള്ളൂ. ഞങ്ങക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് അത്രേ പറയാനുള്ളൂ, ഇനി പറയാനില്ല. എന്റെ പൊന്ന് റിയ, ഇത് പഠിക്കണം. ഇത് എന്തോന്നത്? റിയ ലാസ്റ്റ് ഡൗട്ട് ചോദിക്കുക. അല്ലാതെ മിസ് ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ റിയ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എങ്ങും എത്തത്തില്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു, ടീച്ചറിന്റെ ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും. ആ ഒരു ഫ്ലോ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് കയറി ഇങ്ങനെ ചോദിക്കാതിരിക്കുക. ഡൗട്ട് ഉണ്ടോ എന്തായാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ ചോദിക്കുക. ഇത് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, റിയ അന്നേരം തന്നെ ഡൗട്ട് ചോദിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഈ ഡൗട്ടിന്റെ മയമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒന്നും എഴുതാനോ കേൾക്കാനോ പഠിക്കാനോ പറ്റില്ല. നമ്മുടെ തന്നെ ബാക്കിയുള്ളവരുടെ ആ മൂഡ് അങ്ങ് പോവുകയാണ്. റിയയ്ക്ക് സമയം തരൂലോ ഡൗട്ട് ചോദിക്കാൻ. അപ്പം ചോദിക്കുക. അല്ലാതെ എന്ത് പറഞ്ഞാലും അപ്പം കയറി അങ്ങ് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് എനിക്ക് ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഒരു നോട്ട് എഴുതാൻ പോലും തോന്നിയില്ല. കാരണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു കണ്ടിന്യൂഷൻ പോവാന്ന് നമ്മുടെയൊക്കെ. എന്താണത്? റിയ പറയുന്നത് തെറ്റെന്ന് പറയാ. സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കുന്നതാണ് ബെറ്റർ.
ഓക്കെ. ഇത്ര കേൾപ്പിക്കാൻ മിനിഷ എങ്ങനെ കേൾപ്പിക്കുന്നത്? മിനിഷ ചോദിക്കുന്നുണ്ട് ഡൗട്ട്. ഞാൻ ചോദിക്കുമ്പോ എന്നെ വഴക്ക് പറയുന്നു മിനിഷ. ഞാൻ വഴക്ക് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, കേൾക്കൂ. റിയ ഡൗട്ട് ചോദിച്ചതിൽ ആരും ചീത്ത പറയുന്നതല്ല. കാരണം റിയ ഡൗട്ട് ചോദിക്കണം, ഒന്നില്ലെങ്കിൽ ആ പോർഷൻ അത് കംപ്ലീറ്റ് ആവട്ടെ, അതിനുശേഷം മാത്രം ഡൗട്ട് ചോദിക്കുന്നത്. ഏത് ടീച്ചറോടായാലും, എന്നോടായാലും വേറെ ടീച്ചേഴ്സ് ആയാലും ആയിക്കോട്ടെ, അവരെ പഠിപ്പിക്കുന്ന ഇടയില് ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ ആ ഒരു ഫ്ലോ പോകും. പഠിപ്പിക്കുന്നതാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, റിയക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റിയ ചോദിച്ചോ, ചോദിക്കേണ്ടതല്ല, ചോദിക്കണം. പക്ഷെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ആ ഡൗട്ട് ചോദിക്കാം. അതായത് ഇടക്കിടക്ക് ചോദിക്കുന്നത് ഡിസ്റ്റർബൻസ് ആണ്. അത് ക്ലാസ്സിലെടുക്കുന്ന ടീച്ചേഴ്സിനും കേൾക്കുന്ന സ്റ്റുഡൻസിനും ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഞാൻ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ സിമ്പിൾ ആണ് അപ്പൊ പറയുമ്പോൾ. അല്ലാതെ ഒരു സ്ട്രക്ചർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ അതിങ്ങനെ എന്ന് ചോദിക്കുമ്പോ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറയുന്ന സ്ട്രക്ചർ അവർക്ക് കേൾക്കാനും പറ്റില്ല. ഞാൻ ചിലപ്പോൾ പറയാൻ വരുന്ന കാര്യം പോലും ചിലപ്പോൾ അങ്ങനെ വിട്ടുപോകും. ആ ഡൗട്ടിന്റെ ഇടയിൽ എനിക്ക് അവർ ഫ്ലോ പോകും, ചിലപ്പോൾ വിട്ടുപോകും. ഓക്കെ, അപ്പൊ അത് ഡിസ്റ്റർബ് ആണ്. അപ്പൊ ആ രീതിയിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ സ്റ്റോറിയുടെ കാര്യം, ഞാൻ സ്റ്റോറി പറയുമ്പോ അത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തരണം, അല്ലെ? അത് നിങ്ങൾ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ആൻസർ ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്യും, അല്ലെ? ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കി എഴുതാം. അപ്പൊ ടീച്ചറിന്റെ വേർഷൻ ഞാൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ റിയ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. റിയനെ ഞാൻ പിഴങ്ങുന്നതല്ല, റിയ കാര്യം പറയുന്നതാണ്, ചീത്ത പറയുന്നതല്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കരുത്. ഒരു ടീച്ചറും ആരെയും ചീത്ത പറയുന്നതല്ല, കാര്യം പറയുന്നതാണ്. ഞാൻ പറയുമ്പോൾ റിയ പിഴങ്ങുന്ന പോലെ തോന്നുന്നതാണ്. ഓക്കെ, ഞാൻ ചീത്ത പറയുന്നതല്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞതാണ്. അത് റിയ വേറെ ഇതിലൊന്നും എടുക്കണ്ട. എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ്, ഡിസ്റ്റർബ് ആയത് കൊണ്ടാണ്. ഇടക്ക് ചോദിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ചോദിക്കാം, ഓക്കെ, ചോദിക്കേണ്ടതല്ല, ചോദിക്കണം. പക്ഷെ അതിനൊരു ടൈം ഉണ്ട് റിയ. ആ ടൈമിൽ ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന ആരും ഒന്നും പറയില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ബാക്കി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പറയും. ഇപ്പൊ ക്ലാസ് കുറച്ചല്ലേ ഉള്ളൂ, സമയമായി. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? പോയോ എല്ലാവരും? കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് ഞാൻ എനിക്ക്. പറഞ്ഞത് സ്റ്റോറി പറയുമ്പോ സ്റ്റോറി പറഞ്ഞപ്പം ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് മാത്രമേ പറയിപ്പിച്ചിട്ടുള്ളൂ. ടീച്ചർ എന്റെ ട്രാൻസ്ലേഷൻ സ്റ്റോറിയെ തന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും ഞങ്ങൾ ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് സ്റ്റോറി. ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലെന്നേ, ഞങ്ങൾ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ സ്റ്റോറി. അതാ ഞാൻ പറഞ്ഞേ. ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിന്റെ ഞങ്ങൾ എഴുതിയും കേൾക്കാൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും. One second. ഞാൻ പറയുന്നത് റിയ മര്യാദ കറക്റ്റ് ആണ്, അത് കേൾക്കാം. ഇതിനുള്ള ഉത്തരം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റിയക്ക് കുറച്ച് മിസ്റ്റേക്ക് ഉള്ളത്. പറയുന്ന കാര്യം വ്യക്തമായിട്ട് റിയ കേൾക്കുന്നില്ല. അത് ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞത് സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്റ്റോറി എന്റെ സ്റ്റോറി നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എല്ലാ ക്ലാസ്സിലും എല്ലാ സ്റ്റോറിയും ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ടെക്സ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. ബാക്കി എല്ലാവരും അത് എഴുതിയിരിക്കുന്നുണ്ട്. റിയക്ക് മാത്രമേ ഒരു കംപ്ലൈന്റ് ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ റിയ അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഒരു കാര്യം പറയാം. ഓക്കെ, ഇപ്പോ റിയക്ക് ഈ ഒരു ഡൗട്ട് ഉള്ളത് കാരണം എത്ര നേരം സമയം നോക്കൂ, നമ്മുടെ സമയം എന്തോരം വേസ്റ്റ് ആണ്, അല്ലെ? ഇതിപ്പോ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഓൾമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് റിയക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. മറ്റു ക്ലാസ്സുകളിൽ എല്ലാവരും ഓൾമ്യൂട്ട് കൊടുത്താണ് ക്ലാസ് എടുക്കുന്നത്. സോ മെസ്സേജ് ആയിരിക്കും വരാം. ഇംഗ്ലീഷിലല്ല, നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ററാക്ട് ചെയ്തിട്ട് സംസാരിക്കേണ്ട ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം
ഡൗട്ട് ചോദിക്കും. ഇതിനിടയിൽ ആരാണ് ഔസേഫ് ഫാനിന് എന്തോ പറയാൻ വന്നു? പറയൂ. മൈക്ക് കണ്ണൂർ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ സമയം പറയൂ. ഔസേഫ് ഫാനിന് എന്താണ് പറയാൻ വന്നേ? ഞാൻ ഇത് തന്നെ പറയാൻ വന്നേ. ഈ ക്ലാസ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് ക്ലാസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കില്ല. എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ എങ്ങനെ മനസ്സിലാകുന്നതെന്ന് പറയാനായിട്ടാ വന്നത്. പറയാം. പറയാനില്ല എനിക്ക്. ഓക്കെ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? അതില് റിയ ഉണ്ടോ? ഇല്ല. ഇല്ല. ഒരു കാര്യം ചെയ്യും. റിയയുടെ നമ്പർ വാങ്ങിയിട്ട് നിങ്ങളൊന്ന് റിയനോട് സംസാരിക്കും. ഓക്കെ, കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ പറയുന്നത് റിയ വേറെ രീതിയിലാണ് എടുക്കുന്നത്. അതൊന്ന് ഒന്നിനും കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ വെച്ചിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ കോള് കട്ട് ചെയ്യുന്നില്ല. ക്ലാസ് കട്ട് ചെയ്യാന്ന് നിങ്ങൾ സംസാരിക്കും. ഓക്കെ, ഓക്കെ ആണോ? മിസ്, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പറയുന്ന ആ കുട്ടി അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? മിസ്, നാളെ മുതൽ റിയക്ക് സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. റിയ, ഇന്നത്തെ സ്റ്റോറി ട്രാൻസ്ലേഷൻ കഴിഞ്ഞ ക്ലാസ് ട്രാൻസ്ലേഷൻ തന്നില്ല. അത്ര ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇടയിൽ കയറി വന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ പറഞ്ഞു. അതിന് ആൻസർ ഞാൻ പറഞ്ഞല്ലോ റിയ. എന്താണ് ഇത്? ഓക്കെ, നമുക്ക് ക്ലാസ് കഴിഞ്ഞു. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയണം. LKG ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം മിസ്. അതാ നമുക്ക് നല്ലത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you on the next class. Okay. Okay, ma'am. Thank you. Thank you, sir. Thank you.